ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റോൾ ഷവർമയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഷവർമ ഉണ്ടാക്കാൻ ആദ്യം ഇതുപോലെ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വളരെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1/2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര്. ഇനി ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ ഒരു ടൈമിൽ ഷവർമയിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആദ്യം സ്പൈസി ആയിട്ടുള്ള മയോണൈസും നോർമൽ ആയിട്ടുള്ള മയോണൈസും എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് 2 മയോണൈസും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒന്ന് മൊരിഞ്ഞ് വരുന്ന ആ ഒരു ടൈമിൽ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം മീഡിയത്തിലിട്ട് വെച്ചിട്ട് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നമുക്കിത് അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ തിന്നായിട്ടുള്ള ഒരു കുബൂസാണ് എടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള മയോണൈസിൻ്റെ ഫില്ലിങ് ആദ്യം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നന്നായിട്ട് തന്നെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഇതുപോലെ തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ സോസും മയോണൈസും കൂടെ ഇട്ട് കൊടുത്ത് 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ഷവർമ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു ചിക്കൻ്റെ അളവിലുള്ള ഫില്ലിങ്സിൽ ഞാൻ ഇതുപോലെ 3 റോൾ ഷവർമയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.